എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യോ, ഒരു സ്വാഗതക്കാരി അപ്പുറം ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് ദി ആപ്പിൾ ഫാമിൽ പോവാണ്. അതൊരു ആപ്പിൾ ഫാം മാത്രമല്ല, അവിടെ സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറിയാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം, അല്ലേ അച്ഛാ? ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. പക്ഷെ ഒത്തിരി നല്ല പ്ലേസ് ആണ് കേട്ടോ. നമുക്ക് ഒരുപാട് സ്ട്രോബെറി പറിക്കാം, കഴിക്കാം, വാങ്ങിക്കാം. പ്ലം ഉണ്ടെന്തോ നല്ല പ്ലം ഉണ്ട്, റാസ്ബെറി ഉണ്ട്, ചെറി ഉണ്ട്, ആപ്പിൾ ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അമേലിയൊക്കെ ചെറുതിലേ പോയതാ. അപ്പൊ ഇപ്പൊ പോയ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ വണ്ടിയിൽ ഒരാൾ ഒന്ന് കൂട്ടുന്നുണ്ട്. സുജിത്ത്, നിഷാർ അത് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഹലോ. നോ താങ്ക് യു. ഹൗ ആർ യു? അമ്പുവോ? How are you, Anjulu, my baby? We're going to the apple and strawberry farm. എന്താ? The apple farm and Apple farm. strawberry farm. ഞങ്ങൾ രാവിലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഗൈസ്. രാവിലെ നമ്മൾ എവിടെ പോയാച്ചാ? നമ്മള് ഫിഷിങ്ങിന് പോയി. ഫിഷിങ്ങിന് പോയി, ഫിഷിനെ കിട്ടിയില്ല. എന്നിട്ട് ഞങ്ങള് സിറ്റിയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഞങ്ങൾ നേരെ ആപ്പിൾ ഫാം വിടാൻ പോവാണ്. ഇപ്പൊ ഓൾറെഡി 11:30, 11:45, 12 മണിയോളമായി. എന്നിട്ട് അതാണല്ലോ നിങ്ങൾക്ക് അത്യാവശ്യം രാവിലെ ഒരു പ്ലേ ഗ്രൗണ്ടിലൊക്കെ പോയതാണ്. അപ്പൊ ഞങ്ങൾ നേരെ ഇനി ആപ്പിൾ ഫാം പിടിക്കുവാണ്. നമ്മൾ അങ്ങനെ ആപ്പിൾ ഫാം എത്താറായി ഗൈസ്. ഇവിടെ ഇച്ചിരി മൂടിയൊക്കെ കിടക്കുവാണ്. മഴ പെയ്യോ അച്ഛാ? മഴ പെയ്യില്ലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ വന്ന വഴിക്കൊക്കെ അത്യാവശ്യം കാലാവസ്ഥ നല്ലതായിരുന്നു, തെളിഞ്ഞിരിക്കുവായിരുന്നു. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഒരു ഇച്ചിരി ഡാർക്കായി. എന്റെ ഗേൾസ് അങ്ങനെ 2 hours നന്നായിട്ട് ഉറങ്ങി, അല്ലേ ഗേൾസ്? അതെ, അവർ രണ്ടുപേരും നന്നായിട്ട് ഉറങ്ങി എഴുന്നേറ്റിട്ടിരിക്കുവാണ്. അങ്ങനെ മെത്തി ഗൈസ്, നമ്മള് മെത്തി. ഇവിടെയാണ് ആപ്പിൾ ഫാം. നമ്മൾ അങ്ങനെ സ്ട്രോബെറി ഫാമിലെത്തി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സ്ട്രോബെറിയുടെ പ്ലാന്റ്സ് ഒക്കെ അവർ അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ കയറാനോ സ്ട്രോബെറി പറിക്കാനോ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്കിവിടെ ഒന്ന് നടക്കാമെന്ന്. നിങ്ങളെ ഈ ഏരിയ ഒക്കെ ഒന്ന് കാണിക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ നടക്കാൻ. നമുക്ക് സ്ട്രോബെറി പ്ലാന്റ്സ് ഒക്കെ കാണാം. കുറച്ച് പ്ലാന്റ്സേ ഉണ്ടാവത്തുള്ളൂ. 3 weeksലെല്ലാം അവർ സെറ്റാക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ബിറ്റ് സാഡാണ്, പക്ഷെ കുഴപ്പമില്ല അല്ലേ? അപ്പം ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഒരാൾ അവിടെ നിന്ന് സ്ട്രോബെറി ഒക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അമേലിയക്ക് കുറച്ച് സ്ട്രോബെറി കൊടുത്തു, അല്ലേ അമേലിയ? ഇപ്പൊ ആഞ്ചല ഇപ്പൊ വരും. ഇതേ പുള്ളിക്കാരിയാണ് കേട്ടോ അമേലിയക്ക് 3-4 സ്ട്രോബെറി കൊടുത്തത്. ഞങ്ങൾ ഇവിടെ ഈ ആപ്പിൾ ഫാമിൽ വന്ന് ലാൻഡ് ചെയ്തത് എൻ്റെ പിള്ളേർക്ക് ഒരാൾ സ്ട്രോബെറി കൊടുത്തു. ഇവിടെ ഫാമിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു. അവർ 2 പിള്ളേരും വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം നിന്ന് സ്ട്രോബെറി ഒക്കെ കൊടുത്തു. എൻ്റെ പിള്ളേർ ഭയങ്കര ഹാപ്പിയായി. അവരെനിക്ക് തോന്നുന്നു ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവർ നമ്മുടെ പുറകിലായിരുന്നു. എൻ്റെ പിള്ളേർ ഇവിടെ വന്നത് ചിൽഡ്രൻസ് പാർക്കിലേക്ക് കയറിയിട്ട് സ്വിങ്ങും സ്ലൈഡും ഒക്കെയാണ് നോക്കുന്നത് ആദ്യം തന്നെ. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതൊക്കെയാണ്. ഇവിടെ സ്ട്രോബെറി നമുക്ക് പറിക്കാൻ പറ്റുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരതെല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ദൂരേക്ക് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4-5 ലൈനായിട്ട് അവർ സ്ട്രോബെറി നടാനായിട്ടുള്ള ബേസൊക്കെ അവർ റേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും നമുക്ക് അവിടെ സ്ട്രോബെറി ഒക്കെ നടുന്നത് വന്ന് നേരിട്ട് നമുക്ക് പറിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും, തൂക്കി മേടിച്ച്. അപ്പോൾ ഈ വർഷം മാത്രം അവർ താൽക്കാലികമായിട്ട് അതെല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ, റെഡിയാക്കുന്നേ ഉള്ളൂ. ഒരു 2-3 ആഴ്ച അങ്ങോട്ട് എടുക്കുമെന്നാണ് പറഞ്ഞത്. ഒരാൾ കയറി നാടുന്നുണ്ടോ? 2 പേരുടെ നാടെന്ന് നോക്കിയേ. ഇവിടെ നടന്ന് കിടന്നൊക്കെ പറിക്കായിരുന്നു. അവരെല്ലാം അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങോട്ട് സെറ്റ് ചെയ്യുന്ന നിഷ 2 സൈഡിലുവേ ഗ്യാപ്പില്ലാതെ. ഇത് നല്ല സെറ്റപ്പ് അല്ലേ ചേച്ചി? വീട്ടിൽ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ ഇച്ചിരി ഇവിടെ നിഷ നോക്കി അവർ എന്തൊക്കെയാ ഇല്ലായിരുന്നു നേരത്തെ. ഇത് കണ്ടോ ഗൈസ്, ഇതെല്ലാം പ്ലം ആണ്. പക്ഷെ എല്ലാം പച്ചയാണ്. സമയമായില്ല. നമുക്ക് നോക്കട്ടെ. 2-3 മാസം, 2-3 ആഴ്ചയോ? അവർ പറഞ്ഞു സ്ട്രോബെറി എല്ലാം 3 ആഴ്ച കൊണ്ട് നമുക്ക് പറിക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് അവിടെ എല്ലാം അടുക്കി വെക്കുമെന്നാണ് പറഞ്ഞത്. അതിന്റെ മുകളിൽ നമുക്ക് അപ്പോഴത്തേനൊന്നുകൂടെ വരാം. നമ്മളങ്ങനെ ചെയ്യേണ്ടതായിരുന്നു മുത്തേ. ഞങ്ങൾ നേരത്തെ ചോദിച്ചിട്ട് വരണമെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഫാമിന്റെ നടുക്കൂടെ പോവാണ്. അത് വലുതായി വരുന്നേ ഉള്ളൂ പൊന്നൂസേ. ചിലതൊരു ഇച്ചിരി വലുതാണ്, ചിലത് തീരെ കുഞ്ഞതാണ്. 2 മണിക്കൂർ ദൂരം യാത്ര ചെയ്ത് വന്നിട്ട് അവര് നമ്മളെ ഓടിക്കും. ഇവിടെ ഒന്നും ആക്സസ് ഇല്ലെന്ന് പറഞ്ഞാൽ അതെല്ലാം പാകമായി വരുന്നതല്ലേ ഉള്ളൂ, പറിക്കാറൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് ഗ്രൗണ്ടും ചെടികളും എല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഇവിടെ ഇവർക്ക് ക്യാമ്പിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ക്യാരവാൻ കൊണ്ട് പാർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ടെന്റ് അടിച്ച് ക്യാമ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. എൻ്റെ കൊച്ചിന് ഇഷ്ടപ്പെട്ടോ ആപ്പിൾ ഫാം? ആണോ? നമുക്ക് ഇനിയും വരണോ? ഇവിടെ ആപ്പിളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പം സ്ട്രോബെറി ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് പറിക്കണ്ടേ? ആപ്പിൾസ് ബിഗ് ആകുമ്പോൾ വന്ന് നമുക്ക് പറിക്കണം അല്ലേ? ഇവരിവിടെ റാബിറ്റിനെ ഒക്കെ കാണുവാണ് ഗൈസ്. അവിടെ അങ്ങ് അറ്റത്തൊരു റാബിറ്റ് ഇരിപ്പുണ്ട്. കണ്ടോ, ഇവിടെ 2 ഡോങ്കീസ് ഉണ്ട്. ഇയോറാണോ ഇയോറാണോ ആഞ്ചല?
ഞങ്ങൾ അങ്ങനെ കറക്കമെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് എന്തെങ്കിലും ഒക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞ് വന്നതാണ്. ഓർഗാനിക് സ്പിനാഷും അതുപോലെ തന്നെ ഗാർലിക് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. പിന്നെ ഇവര് പുതിയ വാഷ്റൂം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. വെച്ചാൽ നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. അത് ക്യാമ്പിംഗ് സൈറ്റിലുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ വൈന് ഇഷ്ടംപോലെ സ്ട്രോബെറീസ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹണി, പലതരത്തിലുള്ള ജ്യൂസ് എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓരോന്ന് കാണിക്കാം. ഇത് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ആപ്പിൾ ക്രിസ്പ്. എനിക്ക് തോന്നുന്നു ആപ്പിൾ ഇങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് ഇവര് ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നല്ലേ. അതേ വറുത്തെടുത്തിരിക്കുന്നതാണെന്ന് അറിയത്തില്ലല്ലോ കുഞ്ഞു. എന്തായാലും നമ്മൾ പൊട്ടറ്റോ ചിപ്സ് ഒക്കെ കാണുന്ന പോലെ തന്നെ ആപ്പിൾ ക്രിസ്പ്, ആപ്പിൾ ചിപ്സ്. അച്ഛാന്റെ സ്ട്രോബെറി ഒക്കെ എടുക്കുവാണ് അവിടെ. കൊറോണയോ? ഒന്ന് കൊറോണയോ ഒന്ന് എൽസാന്റെയോ? സ്വീറ്റ് എടുത്താൽ മതി. പിന്നെ ഡെലീഷ്യസ് സ്ട്രോബെറീസ് ദാറ്റ് ആർ ബെറ്റർ ടു ഹോൾഡ് ഫോർ 2 to 3 days. ഇത് 3 ദിവസമൊക്കെ ഇരിക്കും. ഇത് എൽസാന്റെ ആണെന്നുണ്ടെങ്കിൽ. മറ്റേത് ആണെങ്കിൽ സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് കൊറോണയോ? വിഷമാശയും ശുചിത്വം അവിടെ കിടന്ന് കറങ്ങുന്നു. ഇവിടെ ജ്യൂസ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഏതാ വാങ്ങിക്കുന്നേ? ഓക്കെ, ഞങ്ങൾ അങ്ങനെ ആപ്പിൾ ഫാമിലെ കറക്കം എല്ലാം കഴിഞ്ഞു ഗൈസ്. ഇനി ഞങ്ങൾ ഇവിടെ ഏത് ക്യാസില്ല? റോക്ക് ഓഫ് കാഷൽ. ഓക്കെ, അവിടെ 3:30 എത്തണം. പക്ഷെ ഇപ്പൊ തന്നെ 3 മണിയായി, 3:05. ഇവിടുന്ന് അങ്ങോട്ട് വിടാനായിട്ടുള്ള പരിപാടിയാണ്. ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പറ്റും എന്ന വിശ്വാസത്തിൽ പോവുകയാണ് അല്ലേ അച്ഛാ? 3:30 വേം വാ. യെസ്, ഇതാണ് കേട്ടോ റോക്ക് ഓഫ് കാഷൽ. നമ്മളിങ്ങനെ മുകളിലോട്ട് നടന്ന് പോകണം ഗൈസ്. അയ്യോ, സ്ഥലത്ത് സിറ്റി ഓഫ് കിങ്സ് എന്നാണ് അവർ പറയുന്നത്. നഗരം എന്നാണ് പറയുന്നത്. അതെ, ആൾക്കാരൊക്കെ ഇവിടെ പട്ടിയും കുട്ടിയൊക്കെ ആയിട്ടിരിക്കുന്നു. കയറ്റം കയറി അവിടെ ചെല്ലുമ്പോഴത്തേന് അടയ്ക്കും മിക്കവാറും. അങ്ങനെ ഞങ്ങൾ ഈ കാഷലിൻ്റെ അകത്ത് എത്തി ഗൈസ്. ഇതേ നമ്മള് പേയ്മെന്റ് ഫാമിലി ടിക്കറ്റ് എടുത്തു. എന്നാ അമേലിയ, ചാടണോ? എന്നാ ചാടുവാ. ഇവിടെ ഒരാൾ റോക്ക് ഓഫ് കാഷലിൽ വന്നിട്ട് പുല്ലി കടന്ന് ഉരുളുന്നു. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. അവിടെ താഴെ ഒരു ഫാം ഒക്കെ ഉണ്ട്. അവിടെ ഒത്തിരി പശുക്കളെയൊക്കെ ഇങ്ങനെ മേയാനായിട്ട് വിട്ടിട്ടുണ്ട്. എന്റെ ആഞ്ചലൊക്കെ അങ്ങനെ പുല്ലും ചെളിയൊന്നും ആവുന്ന ഇഷ്ടമല്ല. അത് കിടന്ന് ഉരുളത്തൊന്നുമില്ല. നമുക്ക് ആ ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഇതിന്റെ സൈഡിലോട്ടേക്കണം കേട്ടോ. ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട് ചോദിച്ചു. 6-7 മാസമായപ്പോഴാ. മമ്മ ഇതിനു മുമ്പ് വന്നത് എപ്പോഴാണെന്നറിയാമോ? അമേലിയ മമ്മയുടെ ചമ്മയിലായിരുന്നപ്പോഴാണ് അമ്മ ഇവിടെ വന്നത്. ഇപ്പൊ എന്താ അമേലിയ ഇവിടെ കിടന്ന് കളിക്കുന്നല്ലേ? ആണ്, ഇവിടെ കിടന്ന് ഉരുളുന്നു. പഴയ പ്രൗഢഗംഭീരമായ ഒരു കൊട്ടാരമാണ്. ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് ഇല്ലം ക്ഷയിച്ച് നിൽക്കുകയാണ്. സംഭവം അടിപൊളിയാണ്. ഇതിന്റെ അകത്തെ വ്യൂ ഒക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഗൈഡഡ് ടൂർ ആയിരുന്നു എടുത്തത്. അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതാണ്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഓർമ്മയിൽ നിന്ന് പോയി. വർഷം 4-5 കഴിഞ്ഞില്ലേ. എന്താണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ വ്യൂവും ഈ സ്ഥലമൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. നമ്മളങ്ങനെ ഇവിടുത്തെ ഗൈഡഡ് ടൂർ സ്റ്റാർട്ട് ചെയ്തു. റോക്ക് ഓഫ് കാഷലിന്റെ ഉള്ളിലേക്ക് കയറുവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ കൊട്ടാരമല്ലായിരുന്നു. പണ്ട് കാലത്തുള്ള ഗോത്ര തലവന്മാരൊക്കെ ഡിഫെൻസീവ് പർപ്പസിന് വേണ്ടിയിട്ടും അവർക്ക് സേഫായിട്ട് താമസിക്കാനും വേണ്ടിയിട്ടും ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഉള്ളിൽ ആളുകൾ ആയുധങ്ങളും ഭടന്മാരൊക്കെ ആയിട്ട് യുദ്ധത്തിനും അതുപോലെ അവർക്ക് മറ്റ് എനിമീസിൽ നിന്ന് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി താമസിച്ചിരുന്നത്. ഈ വോൾ പെയിൻറ്റിങ് 16th centuryയിലെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വോളൊക്കെ പ്ലാസ്റ്ററിങ് എല്ലാം പൊളിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു കേജ് പോലെയാക്കി ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഈ സെമിത്തേരി എന്നൊക്കെ പറയുന്ന ഒരു പേടി സ്വപ്നമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പലർക്കും. ഇപ്പോഴൊക്കെ ആ ഒരു കൺസെപ്റ്റൊക്കെ മാറി വരുന്നു. എങ്കിലും ഈ ആളുകളെല്ലാം കൂടി നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, നമ്മൾ ഈ നടന്നു പോകുന്ന സ്ഥലം, പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പ്രമുഖന്മാരെയും ജന്മിമാരെയും അതുപോലെ ബിഷപ്പുമാരെയും ഒക്കെ അടക്കിയ സ്ഥലമാണിത്. ഇവിടെ ഒരു ടവറുണ്ട്, ഒരു സ്പൈറൽ ടവറുണ്ട്. ഈ ടവർ ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റോൺസ് വളരെ പ്രിസൈസ് ആയിട്ട് കട്ട് ചെയ്ത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ച് ജോയിൻറ്റ് ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് പഴയ കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന മോർട്ടാറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ജോയിൻറ്റ് ചെയ്യാനോ അതുപോലെ പ്ലാസ്റ്റർ ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളും ഉപയോഗിച്ചിട്ടില്ല. അതിപ്പോഴും ഇൻടാക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. ഇവിടെ പലതും സ്റ്റോമും ലൈറ്റ്നിങ് ഒക്കെ വന്നിട്ട് ഇടിവെട്ടിയും കൊടുങ്കാറ്റുണ്ടായൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. എങ്കിലും ആ സ്പൈറൽ ടവറിന് മാത്രം ഒരു കുഴപ്പമില്ല. ഓ, താഴത്തെ കണ്ടു. പിന്നെ അവരൊരു ഹോട്ടലിന്റെ കാര്യം പറഞ്ഞില്ലേ, ആണ് അത് അവിടെ കാണുന്ന ആ ബ്രൗൺ 2 പില്ലർ പോലെ ഉണ്ട് അവിടെ, ബ്രൗൺ കളറിലെ ആ ട്രീ. കണ്ടു. അപ്പൊ ഇതെല്ലാം ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ അങ്ങോട്ട് മാറി താമസിക്കുകയും പിൽക്കാലത്ത് അങ്ങോട്ട് താമസം മാറ്റി
അവരിവിടുന്ന് ഷിഫ്റ്റായി പോയതാണ്. ഇവിടെ എല്ലാം നശിക്കാൻ തുടങ്ങിയപ്പോൾ. ഞാനാണെന്നുണ്ടെങ്കിൽ കൊച്ചിലെ ആയിക്കോട്ടെ വലുതാകുമ്പോഴായിക്കോട്ടെ എനിക്ക് ഈ സിമെട്രിയിലൂടെയൊക്കെ പോകാനായിട്ട് ഭയങ്കര പേടിയുള്ള ആളാണ് കേട്ടോ. ഇപ്പം എനിക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. ആദ്യം എനിക്ക് പേടിയില്ലായിരുന്നു. നമ്മുടെ ടൂർ ഗൈഡ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഓരോ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഈ വർഷം 2024 ഫെബ്രുവരിയിൽ ഇവിടെ ഒരാളെ അടക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരാളെ അടക്കിയേക്കുന്ന കണ്ടു 2023 സെപ്റ്റംബറിലല്ലേ. അത് ഫ്രഷ് ആയിട്ട് അടക്കിയതാണ്. ഫ്രഷ് ആയിട്ട് അടക്കിയതാണോ? അത് റീസെന്റ് ആയിട്ട് അടക്കിയതാണ്. റീസെന്റ് ആയിട്ട് അടക്കിയതാണ് അത്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പേടിയായി കേട്ടോ. ശരിക്കും നമ്മുടെ ചുറ്റും ഇതുണ്ടോ, ഫുള്ള് ഓരോരുത്തരെ അടക്കിയേക്കുന്നതാ. ഇതിനകത്തും ആൾക്കാർ അടക്കിയേക്കുന്നതുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിവിടെ നിൽക്കുന്നതെന്ന്. സീരിയസ്ലി ഞാനിവിടെ പണ്ട് വന്നതാണ് ഗൈസ്. അമേലിയായെ ഞാൻ പ്രഗ്നന്റ് ആയിട്ടിരുന്നപ്പം. പക്ഷെ എന്താന്ന് വെച്ചാൽ അന്ന് നമ്മള് ഗൈഡഡ് ടൂർ ആയിരുന്നു. പക്ഷെ നമ്മള് ഈ സൈഡിലേക്കൊന്നും ഗൈഡിന്റെ കൂടെ വന്നില്ല. അതെ, അപ്പൊ നമുക്ക് ഹിസ്റ്ററി ഒന്നും അറിയത്തില്ലായിരുന്നു, എന്തൊക്കെയാ നടന്നതെന്നും അറിയത്തില്ലായിരുന്നു. ചുമ്മാ വന്നു പോയി. പക്ഷെ ഇപ്പം റീസെന്റ് ആയിട്ടും ആൾക്കാരെ അടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടി. നമ്മളന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതിലൂടെ കറങ്ങി നടന്നു വെച്ചു ഗൈഡഡ് ടൂർ നടക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ കുറെ പാർട്ടൊക്കെ മിസ് ചെയ്തു. ഇന്ന് നമ്മൾ ഗൈഡിന്റെ കൂടെ സ്റ്റിക്ക് ചെയ്തു. അപ്പം അവര് പറഞ്ഞെല്ലാം നമ്മൾ കേട്ട് ഓരോ സൈഡും ഫോളോ ചെയ്താ വന്നത്. ഹലോ ഗേൾസ്, നിങ്ങൾ എന്നെ ഇവിടെ റഹബിനങ്ങളിലെ തള്ളിയിടാൻ നോക്കുവാണോ? ഇവിടെ സ്റ്റേ ചെയ്യുവാണ് എന്റെ പിള്ളേര്. ഈ താഴെ ഡോട്ട് പോലെ കിടക്കുന്നുണ്ടല്ലോ, ഇതെല്ലാം പശുക്കളാണേ. ഒന്നൂസേ, അത് പണ്ട് ഇവിടുത്തെ അച്ഛന്മാരൊക്കെ താമസിച്ചിരുന്ന ആബിയാണ്. ഇവിടുത്തെ പ്രീസ്റ്റ് ഒക്കെ താമസിച്ചുകൊണ്ടിരുന്ന ആബിയാണത്. നമ്മൾ ഇവിടുത്തെ ഒരു ഓഡിയോ വിഷ്വൽ തിയേറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ ചരിത്രവും ഹിസ്റ്ററിയും ഭൂമിശാസ്ത്രവും അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛാ, സ്ട്രോബെറി പറിക്കാൻ പറ്റിയില്ലെങ്കിലേ ഇത് നല്ലായിരുന്നല്ലേ? അല്ലേ, അടിപൊളിയായിരുന്നു. അടപ്പിളക്കും അറബിന്റെ. ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഞാൻ ഇവരെല്ലാം നിർത്തിയിട്ട് പോയിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പുറകിലെ ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഇല്ലായിരുന്നു. ഞാനും കൂടെ പോയി ജോയിൻ ചെയ്തു. വേറെ ആളെ കൊണ്ട് എടുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നാട്ടുകാർ മൊത്തം ഞങ്ങളുടെ ഫോട്ടോയിൽ വന്ന് കയറി. ബോംബ്. അങ്ങനെ റോക്ക് ഓഫ് കാഷിലെല്ലാം കണ്ടിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയാണ്. എന്താണ് ഇവിടെ കൈയൊക്കെ നക്കി ചവച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ വലിയൊരു നടപ്പൊക്കെ നടന്നു. നല്ല എക്സസൈസ് ആയിരുന്നു. ഞങ്ങൾക്ക് സ്ട്രോബെറി പറിക്കാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ല ടൂറായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. പിള്ളേർക്കതേ ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തു. അവർ രണ്ടുപേരും കഴിക്കുന്നു. ഇനിയും ഓഫ് ടു ഗോൾവേ. ഞങ്ങളിനി വീട്ടിലോട്ട് വിടുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സമയം 5:30 ആവാറായല്ലോ വെച്ചാൽ 5 മണി. ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് 2 hours ഓൾമോസ്റ്റ് 2 hours എടുക്കും. അപ്പോൾ പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.